ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന ഒരു സമൂസയുടെ റെസിപ്പിയാണ്. പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. ലീഫൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു സമൂസയുടെ റെസിപ്പിയാണ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്കിത് 3 മീഡിയം സൈസ് സവാള ഉണ്ട്. ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്താണ്. അതൊന്ന് ഇട്ട് കൊടുക്കുക. അത് വാടി കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ നമ്മുടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ താഴെ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ കേട്ടോ, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് അത്യാവശ്യം എരിവിന് വേണ്ടത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണേ. ഒരു 2-3 പിഞ്ച് പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/4 ടീസ്പൂൺ ഉപ്പും 2 നുള്ള് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, നോർമൽ വെള്ളമാണ് കേട്ടോ, ചൂടുള്ളതൊന്നുമല്ല, വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും കൂട്ടി ചേർക്കരുത് കേട്ടോ, ഒരുപാട് വെള്ളം ആകരുത്, കുറച്ച് കട്ടി തന്നെ ഇരിക്കണം ചപ്പാത്തിക്ക്. അതാണ് കേട്ടോ പാകം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ബോൾസ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊരു പരത്തുപൊടി വേണം. അപ്പോൾ ഇതുപോലുള്ള മയോണൈസൊക്കെ മേടിക്കുന്ന ബോട്ടിലില്ലേ, അതൊന്ന് ഇതുപോലെ ഇങ്ങനെ പരത്തുപൊടി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ടും എടുക്കാനും യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ചപ്പാത്തി പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പരത്തുപൊടിയുടെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുവാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാനും പറ്റും. ഇനി നമുക്കൊരു സ്ലറി, ഒരു പശ പോലെ ഉണ്ടാക്കണം. 2 ടീസ്പൂൺ മൈദമാവ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പശാക്കി വയ്ക്കാം. ചപ്പാത്തി 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ പശയല്ലേ ഉണ്ടാക്കി വെച്ച് അതൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ. എന്നിട്ട് ഈ ഇപ്പുറത്തെ വശം എടുത്തിട്ട് ഇതുപോലെ തന്നെ തിരിച്ച് അവിടെ ശരിക്കും ഒരു പോയിൻ്റ് വെച്ചിട്ട് മടക്കി കൊടുക്കുക. അങ്ങനെ എല്ലാതും തന്നെ നമ്മൾ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോൺ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇത് പച്ച ആയതുകൊണ്ട് തന്നെ, പച്ച ചപ്പാത്തിയല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല സുഖം കേട്ടോ ഉണ്ടാക്കാനായിട്ടും മടക്കാനും ഒക്കെ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിറച്ച് കുത്തി നിറയ്ക്കരുത്. ആവശ്യത്തിനുള്ള വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രയും മതി കേട്ടോ, ചെറുതാണല്ലോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതുപോലെ പശ വെച്ച് കൊടുക്കുക. പശ വെച്ചെടുത്തിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ നമ്മുടെ താഴെവശത്തേക്ക് ഒന്ന് പയ്യെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. അത് വലിഞ്ഞ് വരുവേ. വലിഞ്ഞ് വന്നിട്ട് അവിടെ ഒന്ന് കൈ കൊണ്ട് പിടിച്ചിട്ട് 2 ചെവി വശം ഉണ്ടല്ലോ അവിടെ ഒന്ന് പിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പയ്യെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എല്ലാം ഇതുപോലെ തന്നെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിലേക്ക് 4 സമൂസ ഇട്ട് കൊടുത്തു. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കുക. ക്രിസ്പിയാണ് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ്, പുറത്ത് നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അസ്സലാമ.